1990-കളിൽ 37ഓളം ഗുണ്ടാ സംഘങ്ങളെ വെല്ലുവിളിച്ച് കൊച്ചിയിലെ ഡോണായി വളർന്നതാണ് തമ്മനം ഷാജി. ഈ ഗുണ്ടാ തലവന്റെ പേര് കേട്ടാൽ ഭയക്കുന്നവരും ആരാധനയോടെ നോക്കിയിരുന്നവരും അക്കാലത്തുണ്ടായിരുന്നു. ഷാജിയെ കണ്ട് ആയുധം കയ്യിലെടുത്തവരുമുണ്ട്. എന്നാൽ ഗുണ്ടാ നേതാവിൽ നിന്ന് ആത്മീയ ജീവിതത്തിലേക്ക് വഴിമാറിയ തമ്മനം ഷാജിയെയാണ് ഞങ്ങൾ കണ്ടത്. ഈ മാറ്റത്തെക്കുറിച്ചും പഴയകാല ഓർമ്മകളും ന്യൂസ് 18നോട് അദ്ദേഹം പങ്കുവച്ചു. പ്രതിരോധത്തിന് വേണ്ടി ഗുണ്ടയായതാണ്. ജീവിതത്തിൽ ഒരാളെയും കൊന്നിട്ടില്ല. ആരോടും പകയോ വിദ്വേഷവുമോ ഇല്ല. ജോർജ് ഈഡൻ രാഷ്ട്രീയ അഭയം നൽകിയതും CPM-നെ വെല്ലുവിളിച്ചതുമൊക്കെ ഓർത്തെടുക്കുകയാണ് തമ്മനം ഷാജി. ഒരു കാലത്ത് കൊച്ചിയെ വിറപ്പിച്ച ഗുണ്ടാ തലവൻ തമ്മനം ഷാജി എന്ന പേര് കേട്ടാൽ തന്നെ ഈ നാട് നടുങ്ങിയിരുന്നൊരു കാലമുണ്ട്. എന്നാൽ കഴിഞ്ഞ 10-15 വർഷമായി തമ്മനം ഷാജിയെക്കുറിച്ച് കേട്ടറിവ് പോലും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമാണ് തമ്മനം ഷാജിയുടെ പാട്ടും ഡാൻസും. ഇതോടെയാണ് തമ്മനം ഷാജി വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത്. തമ്മനം ഷാജി തന്നെ ഇപ്പോൾ ന്യൂസ് 18നൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. താങ്കളുടെ പാട്ടും ഡാൻസും വല്ലാണ്ടങ്ങ് ആഘോഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായിരിക്കുകയാണ്. അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഏത് സാഹചര്യത്തിൽ അങ്ങനെ ഡാൻസും പാട്ടും കളിക്കാനുള്ളൊരു സാഹചര്യം എന്താണ്? മകളുടെ കല്യാണത്തിന്റെ പ്രോഗ്രാമിനോടനുബന്ധിച്ചൊരു സൂഫി കവാലി. കവാലിയിൽ സൂഫി ഡാൻസും ഉണ്ട്. അതിന്റെ പരിമിതപരമായ ഡാൻസ്, അല്ലാതെ ഓവറായിട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം. പിന്നെ മകളുടെ കല്യാണം ഏതൊരാൾക്കും സ്വന്തം മകളുടെ എനിക്കൊരു മകളേ ഉള്ളു. വിവാഹം എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടായ പശ്ചാത്തലമാണത്. ഇപ്പോൾ ജീവിതം എങ്ങനെയാ? ജീവിതം ഇപ്പൊ നല്ല ഇതുപോലെ ആഘോഷമാണോ? ഈ പാട്ടും ഡാൻസ് പോലെ? അല്ല, അങ്ങനെയല്ല. പാട്ടൊക്കെ ഉണ്ട്, ഡാൻസ് ഒന്നുമില്ല. പാട്ടൊക്കെ പാടാറുണ്ട്. അയാള് സൂഫിസത്തിൽ ഇതൊക്കെ ഉണ്ട്. ഞാനൊരു ഗുരുവിനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്ന ആളാണ്, ആത്മീയ ഗുരുവായിട്ട്. അത് 27 കൊല്ലമായിട്ട് കോഴിക്കോടുള്ള ഒരു ആത്മീയ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ ഗുരുവിന്റെ നിർദ്ദേശത്തിൽ ജീവിക്കുന്ന ആളാണ്. അതായത് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയിട്ട് ക്രിമിനൽ പ്രവർത്തനം നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്തൊന്നും നമുക്ക് ഇതിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റിയില്ല. ഒരുപാട് കേസുകൾ. പിന്നെ എപ്പോഴും ഈ പോലീസ് ഇങ്ങനെ പോയി നിരന്തരം മറ്റുള്ളവരുടെ വിഷയങ്ങളും നമ്മുടെ കൂടെ നടക്കുന്നവരുടെ വിഷയങ്ങൾ നമ്മളിലേക്ക് വരും. പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ തമ്മനം ഷാജിയുടെ പേര് പറയും. അതിനൊരു ഉദാഹരണമാണ് ഉണ്ണിത്താനും ശരത്ചന്ദ്ര പ്രസാദിന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും മുണ്ടുരിഞ്ഞ ഒരു വിഷയമുണ്ടായി സെക്രട്ടേറിയറ്റിൽ, അവിടെ തിരുവനന്തപുരത്ത്. അത് കൊച്ചിയിലുള്ള ആളുകളാണ് പോയത്. കൊച്ചി ഇവിടെ എറണാകുളം ആൾക്കാർ തന്നെ പറഞ്ഞത് തമ്മനം ഷാജിയുടെ ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. സാധാരണക്കാരല്ലേ നമ്മളെ പോലെ. എല്ലാവരും ഒരു നാട്ടിലിപ്പോ ഒരു ഷാജി ഉണ്ടെങ്കിൽ എല്ലാവരും തല്ലുകൊടുത്തക്കാരോ. മേഖലയായി. പിന്നെ എപ്പോഴും പോലീസ് സ്ട്രെങ്ത് ആയിരുന്നു. വലിയ വണ്ടിക്ക് എന്തെന്നാ പറയുന്നത്, പോലീസ് വണ്ടിക്ക് ലാത്തി ചാർജിന്. ആ വണ്ടി എപ്പോഴും അന്ന് ബെസ്റ്റ് ബേക്കറി ഇരിക്കുന്ന സ്ഥലം അന്ന് കാലിയ, അവിടെ വണ്ടി കൊണ്ടുവന്നിരുന്നു. ആ വണ്ടിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് ബസ് സ്റ്റോപ്പില് പെണ്ണുങ്ങള് ബസ് കയറാൻ വന്ന് സ്നേഹിച്ച് കല്യാണം വരെയും കഴിച്ചു. അപ്പൊ എത്ര നാളവിടെ പോലീസുകാരുണ്ടായി. തമ്മനത്തേക്ക് ഒരാളും വരില്ല. ഒരു വീടോ എന്തെങ്കിലും ഒരു കാര്യത്തിനും തമ്മനത്തേക്ക് അത്ര പേടിയായിരുന്നു ആ സമയത്ത്. അതല്ല തമ്മന ഷാജി ഉണ്ടല്ലോ, ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഗുരുവിന്റെ അടുത്ത് എത്തിയതാ. ആ സമയത്താണ് ശരിക്കും എത്തുന്നത്. അന്ന് PJ മാനുവലാണ്. ഈ ആദ്യം എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായി. കോൺഗ്രസ്, BJP, മറ്റേ നമ്മുടെ CPM-ന്റെ ആളുകൾ എല്ലാവരും ഉണ്ടായി. പിന്നീട് ഇത് ഫോളോ ചെയ്ത് പോകാൻ ഈ PJ മാനുവൽ അഡ്വക്കേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, പോരാട്ടത്തിന്റെ പ്രവർത്തകൻ. അദ്ദേഹത്തിന് ഇവര് പ്രശ്നം തീർക്കാന്നും പറഞ്ഞ് പുന്നുരുന്തിയിൽ വിളിച്ചു വരുത്തി ഫൈസൽ അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ 2 കാലും വെട്ടി, കുതികാലൊക്കെ വെട്ടിക്കളഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരാൾ പോയ ആള് കൂടി രക്ഷപ്പെട്ടു. പ്രശ്നം തീർക്കാന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ചെയ്താ. താങ്കൾ എങ്ങനെ ഇതിലോട്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലോട്ട് വന്നെങ്ങനെയാ? ക്രിമിനൽ ആക്ടിവിറ്റിയിലൊന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടായതൊന്നുമല്ല. നമ്മളൊരു പ്രതിരോധ സംവിധാനത്തിലൂടെ വന്നതാണ്. ഏത് കാലഘട്ടത്തില്? അതൊരു 89, 90, 91, 92 അങ്ങനെ. അതെങ്ങനെ ഒരു രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണോ? രാഷ്ട്രീയ സംഘർഷമൊന്നുമില്ല. ഒരു കൂട്ടം ആളുകളുടെ
ഇപ്പൊ എന്ത് ചെയ്താലും ഞാനിപ്പോ ഒരു CPM-ലോ കോൺഗ്രസിലോ അല്ലെങ്കിൽ BJP-ലോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ 4 പേരുണ്ടെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യും. എന്ത് തോന്നിയ ദിവസം എനിക്ക് കാണിക്കാം. അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ ആക്രമണം തമ്മിലത്തെ എനിക്കെതിരെ പല പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. CPM-മാരെന്ന് അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, അങ്ങനെ എല്ലാ പാർട്ടിയിലുള്ളവരുണ്ട്. താങ്കൾ വളർത്തിയത് ഒരു UDF-ന്റെ സംവിധാനങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. UDF-ന്റെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് കോൺഗ്രസ്സുകാരായിട്ട് ചെറുപ്പം മുതലേ എൻ്റെ കൂട്ടുകാരൊക്കെ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവരുണ്ടായി. ഇപ്പൊ കല്യാണത്തിന് എൻ്റെ എത്രയോ കൊല്ലം മുമ്പുള്ളവരാ PD മാർട്ടിൻ DC സെക്രട്ടറിയാണ്, ജോസഫ് ആന്റണി DCC സെക്രട്ടറിമാരിൽ ഒരാളാണ്. അങ്ങനെ എത്രയോ പേര് വന്ന് അന്നത്തെ ബന്ധമാണ്. 20 കൊല്ലമായിട്ട് ഞാൻ കാണാൻ ഒരു വർഗീസ് ഉണ്ട് കോലഞ്ചേരി, കോൺഗ്രസിന് എപ്പോഴും DCC-ലുണ്ടാവും. അവൻ വരെ കല്യാണത്തിന് വന്നു. ഞങ്ങളൊക്കെ തമ്മിൽ സ്നേഹബന്ധം വരുന്നു. പിന്നെ ഈ അന്ന് CPM-മാരായിട്ട് പല വിഷയങ്ങൾ പ്രാദേശികമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു മർഡർ കേസും ഇല്ല, ഒന്നുമില്ല. ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏതൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങളായിരുന്നു? ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ഈ കണ്ണൂരും അവിടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ കണക്കണ പോലെ കൈവെട്ടി കാലുവെട്ടി അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. സംഘർഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും പ്രതിരോധിക്കുമായിരുന്നു. ഭീകരത എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. ആരെങ്കിലും നമ്മളോട് കൂടെ നടക്കുന്നതോ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ ഇടപെട്ട് നമ്മളൊരു പ്രതിരോധം ഉണ്ടാവും. വലിയൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഗ്യാങ് ഉണ്ടാക്കിയത് അതിപ്പോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്യാങ് എല്ലാ ജംഗ്ഷനിലും ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ADGP വിജയൻ സാർ എന്ന് ഇവിടെ CP ആയിട്ട് കമ്മീഷണറായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ 37 ഗ്യാങ് നിനക്കെതിരാണ്. അത് ഈ വിഷയത്തിലാണ്, തമ്മലത്തെ ജനജാഗ്രതയുടെ വിഷയത്തിൽ. ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ താങ്കൾ ഇതിലോട്ട് വരുന്ന സമയത്ത് ഈ ഗുണ്ടാ പ്രവർത്തനം അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രവർത്തനത്തിൽ വരുന്ന സമയത്ത് ഞാൻ കാശൊന്നും മേടിച്ച് ആരും ഉപദ്രവിച്ചു. കൊട്ടേഷൻ തന്നെ അങ്ങനെയാണ്, നമ്മൾ പൈസ മേടിച്ചിട്ട് ഉപദ്രവിക്കുക. അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിക്കുന്ന അതിലും നല്ലത് കൂട്ടിക്കൊടുക്കണല്ലേ, അതിലും നല്ല പണിയാത്. നമ്മളൊക്കെ നിങ്ങള് അന്നത്തെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ചോദിച്ചറിയാം. നമ്മുടെ ഏരിയ എന്നൊക്കെ പറഞ്ഞ വല്ല ചീട്ടുകളിയാ, നല്ല ചീട്ടുകളി നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി നമ്മൾ നേടും. ഞങ്ങൾ പറയും ഇന്ന് ഞങ്ങൾ നേടിയെന്ന് പറയും. ഇപ്പൊ താങ്കൾ ഇതിന്ന് തിരിച്ചു വന്ന പോലെ ഏതെങ്കിലും ചെറുപ്പക്കാരെയൊക്കെ ഈ ക്രിമിനൽ ആക്ടിവിറ്റി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്? എനിക്ക് ബന്ധമുള്ള ഒരുപാട് പേരെ ഞാൻ എന്റെ ഗുരുവിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കുറെ പേരൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും പോകുന്നുണ്ട്. കുറെ പേരൊക്കെ തെറിച്ച് ഇതിൽ കുറെ സഹനമൊക്കെ ഉണ്ട്. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ. നേരം വിളിക്കുമ്പോ അതൊക്കെ മാറും. ഇതിൽ വലിയൊരു ആരാധകരുണ്ടാവും അല്ലെ? ആരാധകർ അപ്പൊ അതിലങ്ങോട്ട് പോകും. ഇപ്പോഴും ഉണ്ട്, തമ്മന ഷാജിക്ക് ഇപ്പോഴും ആരാധകരുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോ മൈക്ക് കെട്ടിയ ആള് കൂടുമല്ലോ, മൈക്ക് സാങ്ഷൻ എടുത്ത് പറഞ്ഞ ആള് കൂടുമല്ലോ. ഇപ്പോഴും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ 2000 RJD ഉണ്ടാക്കിയ സമയത്ത് ഞാനിവിടെ എവിടെയൊക്കെ പ്രസംഗിച്ച് ഞാൻ പറയാം. തമ്മനം ജംഗ്ഷൻ, അലരുട്ടം, പള്ളുരുത്തി വേളി, വൈപ്പിൻ, പിന്നെ ഇവിടെയൊക്കെ ഞാൻ പ്രസംഗിച്ച 2000 സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അപ്പൊ ആ സമയത്ത് ഈ ടൗൺ ഹാളിൽ പ്രസംഗിച്ചു. അങ്ങനെ രാഷ്ട്രീയ മോഹത്തിന് കാരണം എന്താ? രാഷ്ട്രീയ മോഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നന്മ സമൂഹത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ് വേണം. നമുക്കൊരു സമൂഹത്തിലേക്ക് ഇറങ്ങണേ. അല്ലെങ്കിൽ നമ്മളെയൊക്കെ അവനവന്റെ താല്പര്യത്തിന് വേണ്ടി നടക്കണേന്, അവന് കാശുണ്ടാക്കാനേ. എനിക്ക് കാശുണ്ടാക്കാൻ ഇവർ അന്വേഷിച്ചോട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. 3 സെന്റ് സ്ഥലം പോലും എനിക്കില്ല. എനിക്കുണ്ടാക്കണേ 2000 മുമ്പ് ആവും. ഞാനിവിടെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗുണ്ടകളോടൊക്കെ എന്താ പറയാനുള്ളത്? ഗുണ്ടകളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പബ്ലിക് ഇപ്പൊ മൊത്തത്തിൽ മോശമാണല്ലോ. ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. താങ്കൾ പറഞ്ഞ അന്നത്തെ കാലത്ത് ഒരു 37 സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര സംഘം കാണുമായിരിക്കും കൊച്ചിയിലെ? അങ്ങനെ അധികമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കണക്ട് ചെയ്ത് എല്ലാരും കണക്ട് ചെയ്യും. പണ്ടത്തെ പോലെ നിലപാടിലൊന്നും ഉറച്ചു വെക്കൂല ആളുകൾ. ഡ്രഗ് ആയിരിക്കും കൂടുതലും. ഡ്രഗാണ് വിഷയം. ഡ്രഗാകുമ്പോ പിന്നെ വീട്ടിൽ ഇപ്പൊ എത്രയോ മാതാപിതാക്കളെ മരിച്ച് അച്ഛനെ കൊന്നവരുണ്ട്, അമ്മേനെ കൊന്നവരുണ്ട്, സഹോദരന്മാരെ കൊന്നവരുണ്ട്. എനിക്കൊരുപാട് അനുഭവമുണ്ട്. ജോർജിയുടനാണോ താങ്കൾക്കൊരു രാഷ്ട്രീയ അഭയം? അങ്ങനെയല്ല. ഈ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്ത് അദ്ദേഹത്തിന് ഇന്ന ആളൊന്നുമില്ല. ആര് വന്നത് സങ്കടം പറഞ്ഞാൽ അദ്ദേഹം സഹായിക്കും. ഒരു MLA ആയിരുന്ന ആള് അദ്ദേഹം അങ്ങനെയാണ്. ജോർജിയെ സഹായിച്ചിട്ടുണ്ട്. കേസുകളിൽ നിന്നല്ല. നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ അന്നത്തെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ പോലീസ് സ്റ്റേഷനിൽ ഉപദ്രവമൊന്നുമില്ല. അത്ര വല്ല ബുദ്ധിമുട്ടോ വല്ല ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടെങ്കിൽ IBയുടെ ഓഫീസിൽ വിളിച്ചു പറയുമ്പോൾ ജോബി ഉണ്ട്, അവൻ IBനോട് പറയും. ഞാൻ നേരിട്ട് പോകില്ല. ഇപ്പൊ IBനെ തന്നെ ഞാൻ കുറെ കാലം എത്തി. ഇവിടെ പബ്ലിക് പരിപാടിയിലൊക്കെ കാണും. ഈ പള്ളിയിൽ ഇപ്പോൾ ആണ്ട് നടക്കുന്ന സമയത്തൊക്കെ MP എന്നുള്ള നിലക്ക് അദ്ദേഹം വരും. അല്ലെങ്കിൽ മരിച്ച വീടുകളിൽ വെച്ചൊക്കെ കാണും.
അല്ലാതെ ഞാനിപ്പോ രാഷ്ട്രീയ പ്രവർത്തനത്തിനും അങ്ങനെയൊന്നുമില്ല. അപ്പൊ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ.